വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ വൈറൽ ഡാൻസിൽ പബ്ലിക് ഡാൻസ് അത് കണ്ടിട്ടാണ് വൈശാഖേട്ടൻ കാസ്റ്റിംഗ് ഡയറക്ടർ വൈശാഖേട്ടൻ ഇതിലോട്ട് വിളിക്കുന്നത്. അങ്ങനെ ഗോവിന്ദൻ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ലാത്ത റോള് ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ. സഹിച്ചേട്ട ഭാര്യ സഹിച്ചേട്ട ഓട്ടോ ഡ്രൈവർ അല്ലേ. ആ ഒരു ഞാൻ റിയൽ ലൈഫിൽ ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ആ കുപ്പായം തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതാണ് ഹൈലൈറ്റ്. ഒരുപാട് സന്തോഷം ചേട്ടാ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തിയേറ്ററിൽ ഒന്ന് കണ്ടിരുന്ന ഒരു സിനിമ നമ്മളും ഭാഗം ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു വ്യത്യാസം അങ്ങനെ തോന്നി. അതും ആദ്യ സിനിമ എൻ്റെ അമ്മ ആദ്യം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കരഞ്ഞായിരുന്നു. അവിടെ ഉള്ളിൽ നിന്ന് ഞാൻ കരഞ്ഞായിരുന്നു. ഇപ്പോൾ ഭയങ്കര സന്തോഷം, അഭിമാനമുണ്ട് ബ്രോ. കാരണം ഞാൻ 3 വർഷം ഇതിനുവേണ്ടി കാത്തിരിക്കണം ഒരവസരം കിട്ടാൻ വേണ്ടി. അത് കിട്ടിയപ്പോൾ എന്താണ് അത്ര ആഹ്ലാദം അർമാദിക്കും അത്ര ഉള്ളു പൊളിക്കാതെ. അതുകൊണ്ട് ഇനി നമ്മള് സിനിമയിലേക്കായിരിക്കും അല്ലെങ്കിൽ ആ റീൽസ് ഒക്കെ വിടുമോ? ഇല്ല, സിനിമ തന്നെ അല്ല, സിനിമ റീലും വേണം, നമുക്ക് എല്ലാം വേണം. വന്ന വഴി നമ്മൾ മറക്കരുതല്ല. അത് തന്നെ. ബോക്സറാണ്, 18 വർഷമായിട്ട് ബോക്സിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് ബോക്സർ വേഷം തന്നെയാണ്. അതിലുപരി ഇതിനകത്ത് ബോക്സിങ്ങിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടി ആദ്യമായിട്ട്. അതായത് ഡയറക്ടർ ഗോവിന്ദേട്ടൻ, റൈറ്റ് ദിവസേട്ടൻ ഇവരുടെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്നതിൽ ആദ്യം ഒരു ബോക്സിങ്ങിൻ്റെ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വന്ന് അവരോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാരക്ടർ ചെയ്യുന്ന കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഇത്ര വർഷമായിട്ട് ബോക്സിങ്ങിൻ്റെ കേരള ടീം കോച്ചാണ്. അപ്പം അതൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ഇതിൻ്റെ കൊറിയോഗ്രാഫിയും കൂടെ അതിനകത്ത് അംഗമാക്കി. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ കണ്ണ് നിറഞ്ഞു, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. പിന്നെ എല്ലാവരും സിനിമ കാണണം. നല്ലൊരു ഇമോഷണൽ ബോക്സിങ്, അടിപൊളി സിനിമയാണ്. അടിപൊളി സിനിമ എല്ലാവരും കാണും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ പടത്തിലൊന്നും ഇല്ല. ഇല്ല ഏട്ടാ, എനിക്കിത് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. പടം അടിപൊളിയാണ്, എല്ലാവരും വന്ന് കാണുക, അത്രേ ഉള്ളൂ. ഭയങ്കര നല്ല ട്രാൻസ്ഫോർമേഷനും അടിപൊളിയായിട്ടുണ്ട്. വിവേക് ഇതിനകത്ത് എബി വടക്കൻ അഭിനയിച്ചിരിക്കുന്ന വിവേക് മാഞ്ചൂർ ആ റോളും അടിപൊളിയാണ്. എന്തോ നല്ല മൂടായിരിക്കും. വന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ദേശീയ കോളർക്ക് പോയി ഇടിച്ച് ശരിയാക്കാം. ആക്ച്വലി നോ വയലൻസ്, ഐ ഡോണ്ട് പ്രൊമോട്ട് വയലൻസ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യലിന് നല്ല ട്വിസ്റ്റാണ്. എല്ലാവരുടെ പെർഫോമൻസും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. പെപ്പയെ ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ബോക്സിംഗ് ആണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര കിടുവായിരുന്നു. ഫാമിലി പ്ലസ് അല്ലാണ്ടാണ്, രണ്ടും കൂടെ വരുന്നുണ്ട്. നമുക്കൊരു സ്പോർട്സ് സ്പിരിറ്റിൽ കാണാൻ പറ്റുന്ന, ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റുന്ന രണ്ടും ഉണ്ടത്. ഇത് ബ്രോ വർക്കായിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ അങ്ങനെ അധികം വരാത്തൊരു ജോണറാണ്. അത് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ്. പടം വർക്കായിട്ടുണ്ട്. എടുത്തു പറയേണ്ട പെപ്പയുടെ ബോക്സിങ് നല്ലതുണ്ട്. പിന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസിൻ്റെ നല്ലതുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ഗോവിന്ദ്, പുള്ളി ഒരു ഫസ്റ്റ് മൂവിയാണെന്നത് കാണുന്നവർക്ക് തോന്നത്തില്ല, ഒരു ഡെബ്യൂ മൂവിയാണെന്നുള്ള ഒരു ഫീൽ വരത്തില്ല. അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. അടുക്കി പടം, നല്ല പടം, സൂപ്പർ പടം. ഈ പടം വൻ വിജയമായിരിക്കും. ഇത് തുടക്കം ഈ പടത്തിൽ വിജയത്തിന് തുടങ്ങി കഴിഞ്ഞു. ഇനി നല്ല ദാവീദ് അടിച്ചു പൊളിച്ച് സൂപ്പർ സൂപ്പർ. ഒറിജിനൽ ബോക്സിംഗ് ആണെന്നുള്ളത് കിടിലായിട്ട് സാധനമുണ്ട്. പെപ്പയൊക്കെ വെയിറ്റ് ഒക്കെ കുറച്ച് എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. ലിജോയൊക്കെ ഇല്ലേ നായിയായിട്ട് വന്നേ, അവർക്ക് നല്ല പെർഫോമൻസ് ആണ്. ആ കൊച്ചു അടിപൊളി പെർഫോമൻസ്, എല്ലാവരും പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഫാമിലി ഭയങ്കരമായിട്ടുള്ള പടമാണ്. ബോക്സിംഗ് ഒക്കെ വേറെ ലെവലോട്ടോ, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഒക്കെയാണ്. ഷോട്ടൊക്കെ അടിപൊളി ഷോട്ടൊക്കെയാണ്. പറയാനൊന്നുമില്ല. പെപ്പ അടിച്ച് ചേർത്ത് കൂട്ടത്തിൽ ആ ബോക്സിംഗ് ചേട്ടൻ, ചേട്ടൻ്റെ പേരെനിക്കറിയത്തില്ല. ആ ബോക്സിംഗ് ചേട്ടന് കിടിലം ബോക്സിംഗ് ആണ്, കിടിലം പടമാണ്. ദാവീദ് പൊളിച്ചടുക്കി, അതെല്ലാം നമ്മളെ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ടുണ്ട്. ദാവീദ് സ്നേഹിച്ച് വന്ന് പൊളിപ്പോടെ ഒന്ന് നോക്കട്ടെ. പെപ്പ കീജയ് പൊളി തകർത്ത് പെപ്പ കീജയ്. ഫിലിമിന് വേണ്ടിയിട്ട് മാത്രമല്ല, ജീവിതത്തിലും പ്രാവർത്തികമായിട്ട് അവൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നല്ല വൈബുള്ള, നല്ല ആക്ഷൻ, നല്ല ഫാമിലി ഫിലിം, വെരി നൈസ്, എൻ്റർടൈനിങ്, നല്ല കിൻഡലിറ്റി, നല്ല മാസ്. ഒന്നും പറയില്ല, അത് ഒരു വേറെ ഒരു ലെവലാണ്. അഭിനയൊന്നും പറയില്ല, അത് മെയിനായിട്ട് ഫൈറ്റാണ്. തൂക്കി